ഗഠബന്ധൻ സഖ്യത്തിൽ ഇന്ത്യ സഖ്യത്തിലും ഈ സീറ്റ് വിഭജനം ഇനിയും പൂർത്തിയാക്കാനാകാത്ത ഒരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, ഇനി 3 ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ളത്. ഈ CPM-ൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക പിൻവലിച്ചിരിക്കുന്നു. ഒപ്പം പ്രശാന്ത് കിഷോർ, തേജസ്വി യാദവ് പോരാട്ടം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് കല്ലുകടിയായി നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജനങ്ങൾ? സ്വപ്ന, ഈ സീറ്റ് വിഭജനം ഇപ്പോഴും, അതായത് ഇന്നലെ രാത്രി വൈകിയും വലിയ മാരത്തൺ ചർച്ചകളായിരുന്നു. ആ ചർച്ചയിലും തീരുമാനമുണ്ടായില്ല. ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ബീഹാർ PCC അധ്യക്ഷൻ വ്യക്തമാക്കിയത്. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്ന് പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ CPIML കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതാണ്. അത്രയും സീറ്റുകൾ നൽകാൻ കോൺഗ്രസിന് അതിൽ വലിയ ആശങ്കകളൊന്നുമില്ല. പക്ഷേ അതിന് RJD തയ്യാറല്ല. കാരണം CPIML അവരുടെ ശക്തിയും സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് RJD ആശങ്കയോടെ കാണുന്നത്. പ്രതിപക്ഷ നിരയിൽ വലിയ പാർട്ടിയായി CPIML എത്തിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള തർക്കങ്ങളിലേക്കും മറ്റ് ഘടകങ്ങളിലേക്കൊക്കെ പോകും. അതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ അങ്ങനെ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. കോൺഗ്രസും RJDയും കൂടുതൽ സീറ്റുകൾ പങ്കിടുകയും മറ്റ് നീക്കങ്ങൾ ചെറിയ പാർട്ടികൾ എന്ന നിലയിലേക്ക് മാത്രം അവരെ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് RJDയുടെ നിലപാട്. അതിൽ തന്നെയാണ് ഇപ്പോഴും തർക്കങ്ങൾ നിൽക്കുന്നത്. മാത്രമല്ല, മറ്റൊന്ന് ഈ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലാണ്. ഇന്നലെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴും അവിടെ JDUവിന്റെ സീറ്റാണ് BJP ഏറ്റെടുത്ത് ഉപമുഖ്യമന്ത്രി മത്സരിക്കാൻ തീരുമാനിച്ചത്. സമാനമായ രീതിയിൽ, അതായത് ഓരോ പാർട്ടിക്കും ഈ ഘട്ടത്തിലുള്ള സ്വാധീനം അനുസരിച്ച് സീറ്റുകൾ വിഭജിച്ചെടുക്കുക എന്ന നിലയിലേക്കാണ് പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തർക്കം നീണ്ടുപോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ സ്വപ്ന പറഞ്ഞതുപോലെ ഇനി 2 ദിവസം, ഇന്ന് കൂടി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസമാണ് ഈ 1ാം ഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധിയുള്ളത്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കി 2 ദിവസം കൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കണം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വേഗത്തിൽ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഒരുപക്ഷെ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് NDAയിൽ ഈ തർക്കങ്ങൾ വളരെ രൂക്ഷമാവുന്നു. പക്ഷേ വളരെ സംയോജിതമായ കാര്യങ്ങൾ ഇടപെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ യോഗങ്ങൾ ചേർന്ന് കൃത്യമായി അവർ പ്രശ്നങ്ങൾ പരിഹരിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജിതിൻ റാം മഞ്ചി അടക്കമുള്ളവർക്ക് ആശങ്കകൾ, ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ NDAക്ക് കഴിയുന്നു. മറുവശത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നിലപാടെടുത്ത്, അതായത് തീയതി കിട്ടിയാൽ മാത്രം മതി എന്നൊരു നിലപാടായിരുന്നു RJDയും കോൺഗ്രസും എടുത്തിരുന്നെങ്കിൽ അവർക്ക് പക്ഷേ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പൂർണ്ണമായി എത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് പോലും 25 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പ്രാഥമിക ധാരണ മാത്രമാണ് ഇപ്പോഴും എത്തിയിട്ടുള്ളത്. മാത്രമല്ല, നിരവധിയായ കേസുകൾ നേതാക്കൾക്കെതിരെയൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുന്നത്. അതിനിടയിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ CPIML തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. 18 സീറ്റുകളിൽ അവരതിനെ പിൻവലിച്ചിരിക്കുന്നു. ഏതെങ്കിലും തെറ്റ്, അത് ഈ സൂചിപ്പിച്ച പ്രശ്നങ്ങൾ കൊണ്ടാണ്. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം അനുസരിച്ച് അവർ നേരത്തെ സീറ്റുകൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ചില വിട്ടുവീഴ്ചകൾ അക്കാര്യത്തിൽ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഈ മഹാസഖ്യത്തിൽ തീരുമാനമായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, CPM മാത്രമാണ് 4 സീറ്റ് ചോദിച്ചിട്ടുള്ളത്. 2 സീറ്റിൽ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചതാണ്. അതുകൊണ്ട് ആ 4 സീറ്റ് തന്നെ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേ CPI 10 സീറ്റ് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 6 സീറ്റ് നൽകി, അതിൽ 2ൽ മാത്രമാണ് വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ 10 സീറ്റ് തങ്ങളുടെ ശക്തി വർദ്ധിച്ചു എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് RJD എടുക്കുന്നു. RJDയുടെ കടുംപിടുത്തമാണ് ഈ സീറ്റ് വിതരണം നീണ്ടുപോകാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വപ്ന.